3 സ്വർഗങ്ങളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, 4 സ്വർഗമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 3 സ്വർഗമുണ്ടെന്ന് നമുക്ക് പൗലോസിൻ്റെ ആ ഇതിൽ നിന്നറിയും. ഞാൻ ഫിലിപ്പീൻസിൻ്റെ അകത്ത് ഞാൻ ക്രിസ്തുവിൽ ഒരാളെ അറിയുന്നു. ആ ആൾ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് വളരെ അല്ല, ഫിലിപ്പീൻസിലല്ല, 2 Corinthians 2 പറഞ്ഞു, ഐ നോ എ മാൻ ഹു ഗോഡ് അപ്പ് ടു ദ 3rd heaven, 3-ാം സ്വർഗത്തോളം. 4-ാം സ്വർഗം ഉണ്ടെന്ന് പറയും. പക്ഷേ ഈ 4-ാം സ്വർഗം എന്ന് പറയുന്നത് തിരശീല വെച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ ആയിട്ടുള്ള, അകത്തെ ബ്ലൂ ആയിട്ടുള്ള ലിനൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഇത്. അത് എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ഓസോൺ ലെയർ പോലെ സ്റ്റെർണോമയ, മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് പക്ഷെ എന്നാൽ ഈ തിരശ്ശീല ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മേലുള്ളത് താഴോട്ട് വരാൻ പറ്റത്തില്ല, താഴെയുള്ളത് മേലോട്ടും വരാൻ പറ്റാത്ത രീതിയിൽ. എന്നാൽ നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തു ഈ തിരശ്ശീല താഴോട്ടുള്ളതും മുറിച്ച് പോയി താഴെയുള്ള ആൾക്കാരോട് സുവിശേഷം പ്രസംഗിച്ച് താഴെയുള്ള ആൾക്കാരെ തടവിലുള്ള, അതായത് ഏബ്രഹാമിൻ്റെ ബൊസം എന്ന് പറയുന്ന സ്ഥലം, താഴെയുള്ള സ്ഥലത്തിന് കുറേ ഇതുണ്ട്, അതെല്ലാം ഞാൻ പറഞ്ഞു വരാം. ഓക്കെ, അപ്പോൾ അവിടുന്ന് ഏബ്രഹാമിൻ്റെ ബൊസത്തിൽ നിന്നുള്ള ആൾക്കാരെ എവിടെ കൊണ്ടുപോയി? സ്വർഗ്ഗത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത്. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്ത് മാത്രം പോകാൻ പറ്റുന്ന ആ മഹാപുരോഹിതനെ നമ്മുടെ ക്രിസ്തു നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു തടവറയിൽ കിടക്കുന്ന ഏബ്രഹാമിൻ്റെ ബുസം അല്ലെ പറുദീസ, അവിടെ ഉള്ള ആൾക്കാരെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി? മഹാപുരോഹിതൻ്റെ ദ ഹോളീസ് ഓഫ് ദ ഹോളീസ്, മനസ്സിലായി? ഹോളീസ് ഓഫ് ദ ഹോളീസിൽ പോയി നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ഒരാളെ പോയിട്ടു, ഒരാൾ പിയേഴ്സ് ത്രൂ ദ റക്കിയ, അവിടെ പോയി നമുക്ക് വേണ്ടി കാഴ്ചവെച്ചു. ഇനിയും അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നത്, ഒരിക്കലായിട്ട് ഇനിയും വേറെ ഒരു യാഗം വേണ്ട, മനസ്സിലായി? ഒറ്റ പ്രാവശ്യം, ഒറ്റ സ്നാനം, ഒറ്റ അഭിഷേകം, മനസ്സിലായി? എന്നാൽ പഴയ നിയമത്തിൽ ഇതിന് 3 ഉണ്ട്, 4 ഉണ്ട്, പിന്നെ ഒരു പ്രാവശ്യം കേട്ട് വായിച്ചു 7 ഉണ്ടെന്ന് വായിച്ചു, 11 ഉണ്ടെന്ന് വായിച്ചു, 12-ാം സ്വർഗത്തോളം ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 സ്വർഗം ഉണ്ടെന്ന് നമ്മൾ പൗലോസിൻ്റെ ഇത് വായിച്ചു. 4-ാമത്തെ